കർണാടക ജില്ലയിലെ സുബ്രഹ്മണ്യപുരം എന്ന ഗ്രാമത്തിൽ സ്വന്തം മകളുടെ കാമുകനും 4 സുഹൃത്തുക്കളും കൂടി ചേർന്നിട്ട് തല്ലിക്കൊന്നിട്ട് സ്വന്തം വീട്ടിൽ കെട്ടിത്തൂക്കി. മകളുടെ കാമുകന് വെറും 17 വയസ്സേ ഉള്ളൂ. മറ്റുള്ള കുട്ടികൾക്കെല്ലാം തന്നെ 15, 16, 14 വയസ്സ് മാത്രമാണുള്ളത്. അപ്പൊ ഇതിനിടയിലുള്ള കുട്ടികളാണ് ഈ സ്ത്രീയെ കൊന്നിട്ട് സ്വന്തം വീട്ടിലെ ബെഡ്റൂമിൽ കെട്ടിത്തൂക്കിയത്. നേത്രാവതിയുടെ മകള് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവൾക്ക് വെറും 14 വയസ്സ് മാത്രമാണുള്ളത്. അപ്പോൾ ബന്ധുവായിട്ടുള്ള ഒരു മകനുമായിട്ട് അവൾക്ക് വഴിവിട്ടിട്ടുള്ള ഒരു സൗഹൃദം അമ്മ കണ്ടു. പലപ്പോഴും അത് അവർ കാണാറുണ്ട്. ഈ കുട്ടിയെ മകള് വീട്ടിൽ വിളിച്ചിട്ട് പലപ്പോഴും മുറി അടച്ചിട്ട് അവർ ഇരിക്കാറുണ്ട്. രാത്രി എന്നോ പകലെന്നോ ഒന്നും അങ്ങനെയൊന്നും സമയമൊന്നുമില്ല. അപ്പോൾ ഒരു ദിവസം അമ്മ സഹികെട്ട് അവനോട് തന്നെ, ആ പയ്യനോട് തന്നെ ഇതിനെ കുറിച്ചിട്ട് സംസാരിച്ചു. മകള് ചോദിച്ചു, ഞാനുള്ള സമയത്ത് ഇല്ലാത്ത സമയത്തുമെല്ലാം അമ്മയുടെ ബോയ് ഫ്രണ്ട് വീട്ടിൽ വരാറുണ്ടല്ലോ, ഞാനുള്ളപ്പോൾ തന്നെ നിങ്ങൾ കഥകടച്ചിരിക്കാറുണ്ടല്ലോ, അത് കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ബോയ് ഫ്രണ്ടിനായിട്ട് ഞാൻ വരുമ്പോൾ എന്താണ് പ്രശ്നം എന്നാണ് മകൾ ചോദിച്ചത്. അവളുടെ പ്രായം, മകൾക്ക് വെറും 14 വയസ്സ് മാത്രമാണ് പ്രായമുള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ കൊലപാതകം നടക്കുന്നതിന്റെ തലേ ദിവസം മകള് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ വെച്ചിട്ട് തന്റെ കാമുകനെ കാണുകയും അവന്റെ ഏതാനും ചില സുഹൃത്തുക്കളെയും കാണുകയുണ്ടായി. അപ്പൊ അവള് തന്റെ ബോയ് ഫ്രണ്ടിനോട് പറഞ്ഞു, അമ്മ നേരത്തെ കിടന്നുറങ്ങുന്ന സ്വഭാവമാണ് ഉള്ളതെന്ന് അറിയില്ല, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എല്ലാവരും രാത്രി വീട്ടിലോട്ട് പോകാൻ, നമുക്ക് എല്ലാവർക്കും കൂടെ ചിൽ ഔട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ആ പെൺകുട്ടി അത് പറഞ്ഞത് പ്രകാരം അവര് അമ്മ കിടന്നുറങ്ങിയതിനു ശേഷം വീട്ടിൽ എത്തുകയും അവർ സംസാരിച്ചിരിക്കുകയും ചെയ്യുന്നതിന്റെ ഇടയിൽ ബഹളം കേട്ടതിനെ തുടർന്നിട്ട് അമ്മ വാതിൽ തുറന്ന് വന്നു ഉറക്കത്തിൽ നിന്ന്. അമ്മ വാതിൽ തുറന്നപ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് മകളും മകളുടെ ബോയ് ഫ്രണ്ടും അതുപോലെ തന്നെ വേറെ 3-4 സുഹൃത്തുക്കളും കൂടെ സംസാരിച്ചിരിക്കുകയും ബിയർ കഴിക്കുന്നതും കൂടാതെ അവരുമായി പ്രണയം പങ്കുവെക്കുകയും ചെയ്യുന്നതാണ് അമ്മ കണ്ടത്.